നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ചിക്കൻ ഹന്തി. യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഇറ്റ്സ് നോട്ട് ചിക്കൻ മന്തി, ഇറ്റ്സ് ചിക്കൻ ഹന്തി. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇപ്രാവശ്യം ദുബായി പോയപ്പോൾ ലുമ താമസിക്കുന്നതിന്റെ തൊട്ട് താഴെ പാക് സൂഫി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവർ ഓർഡർ ചെയ്തത് ചിക്കൻ കുർമ ആൻഡ് ദിസ് ചിക്കൻ ഹന്തി ആയിരുന്നു. എനിക്ക് പേര് കേട്ടപ്പോൾ ഭയങ്കര ഫണ്ണി ആയി തോന്നി. പക്ഷെ കഴിച്ചപ്പോൾ ഇറ്റ് വാസ് അടിപൊളിയായിരുന്നു കേട്ടോ സാധനം. ബട്ടർ ചിക്കന്റെ ഒരു മുത്താപ്പയോ വല്യാപ്പയോ കുഞ്ഞുപ്പയോ അങ്ങനെയൊക്കെ ആയിട്ട് വരും. ടേസ്റ്റ് ആണ്, ഒരു പുളിപ്പൊക്കെ ഉണ്ട്. ടുഡേ ഐ എം ഗോയിങ് ടു ട്രൈ ചിക്കൻ ഹന്തി ഇൻ മൈ ഓൺ വേ. കുറേ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ അന്ന് കഴിച്ചത് ഏകദേശം ഈ ഒരു ടേസ്റ്റ് ഉള്ളതാണെന്ന് ഇങ്ങനെ അവരെ കുക്കിംഗ് കണ്ട് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ പാകിസ്ഥാനി ഡിഷസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദി യൂസ് എ ലോട്ട് ഓഫ് ഓയിൽ. അവരെ ഫുഡിലെ എല്ലാ ഐറ്റത്തിലും ഇങ്ങനെ എണ്ണ ഇങ്ങനെ കട്ടിക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ എണ്ണ അത്രക്കൊന്നും എടുക്കുന്നില്ല. ഞാനതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ അവർ ചെയ്യുന്നത് എണ്ണ ഇങ്ങനെ ഒരു 1 ഗ്ലാസ് എണ്ണയിലാണ് അവരൊരു 1/2 kg ചിക്കൻ ഉണ്ടാക്കുന്നത്, ചിക്കൻ ഹന്തി. അപ്പോൾ ഞാൻ ആദ്യം കരുതി വെള്ളത്തിലാണ് ഇത് തിളപ്പിക്കുന്നത്. നോ, ഇറ്റ് വാസ് ഓയിൽ. അപ്പോൾ ഞാൻ അത്ര ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ എനിക്കിങ്ങനെ ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള എല്ലാതും ഇഷ്ടമാണ്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, കം. ഇത് കത്തിക്കുന്ന ഗ്യാസ് ലൈറ്റർ നാശമായി. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു മറ്റേ സാധാ ലൈറ്റർ കൊണ്ടുവച്ചിരുന്നു, അതും കാണാനില്ല. സോ വി ആർ ബാക്ക് ടു ദ ഓൾഡ് ടൈംസ്. തീപ്പെട്ടി വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് പോയിട്ടുണ്ട്. യെസ്, ഓയിൽ പ്ലസ് കുറച്ച് ബട്ടറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ആഡ് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും, ബട്ട് ഇതിലും കൂടുതലാണ് അവർ എല്ലാ ഡിഷസിലും അവർ യൂസ് ചെയ്യുക. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ വിൽ ആഡ് സം ചെറിയ ജീരകം. ഈ ബോട്ടിൽ കണ്ടോ, ഇത് എയർ ടൈറ്റ് ബോട്ടിൽ. ഇത് ഞാൻ ജിയോ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇറ്റ്സ് ജസ്റ്റ് 19 rupees. സി, നിങ്ങൾ വിശ്വസിക്കൂ, ഇറ്റ്സ് ജസ്റ്റ് 19 rupees, 19. ഇറ്റ്സ് വെരി ഗുഡ് ക്വാളിറ്റി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഒന്നുമില്ല. ജിയോ മാർട്ടിന്റെ ആപ്പിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ലിങ്ക് ഒന്നുമില്ല. സോ കുറച്ച് ചെറിയ ജീരകം ഇടുന്നു. അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അഥവാ അനിയൻ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി വഴറ്റി കൊടുക്കുക. ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചിക്കൻ ഡിഷാന്ന് എനിക്ക് തോന്നി അന്ന് കഴിച്ചപ്പോട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഞാൻ അവിടെ പോയിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ഡിഷിന്റെ പേര് കേൾക്കുന്നതും. എന്നാൽ നമ്മളിപ്പോൾ ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഐ ഹാവൻ ഗോൺ ത്രൂ ഇങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഇത് ഒരു ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്യുക. ചിക്കൻ ചില വീഡിയോസ് കാണുമ്പോൾ അതിൽ അവർ ഹന്തി എന്നല്ലാത്ത പറയുന്നത്, ചിക്കൻ ഹണ്ടി എന്നാണ് പറയുന്നത്. എനിക്കത് പറയുമ്പോൾ ഭയങ്കര ഒരു ഓക്വേർഡ്. അപ്പൊ ഞാനത് ഹന്തി ആക്കിയതാണ്. ചിക്കൻ മറ്റേ രീതിയിലാണ് അവരത് പറയുന്നത്. മേ ബി അതായിരിക്കാം കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ഐ ഡോണ്ട് നോ. നമുക്ക് ചിക്കൻ ഹന്തി മതി. ചിക്കൻ മന്തി, ചിക്കൻ ഹന്തി. ചിക്കൻ മന്തി, ചിക്കൻ ഹന്തി തമ്മിൽ യാതൊരു ഇതും ഇല്ല കേട്ടോ. ലൈക്ക് അത് എൻറ്റയർലി ഡിഫറെന്റ് ഡിഷസ് ആണ്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. എന്താണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഉമ്മച്ചിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തേ. അവിടുന്ന് വെല്ലിമിച്ച് എടുക്കാതിരിക്കില്ല. വെല്ലിമിച്ചിനോട് വെല്ലിമിച്ചിനോട് ഞാൻ കുക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ വെല്ലിമിച്ച് എടുക്കും. അപ്പൊ വെല്ലിമിച്ച് എത്ര നേരം വേണമെങ്കിലും എടുക്കും. ഉമ്മച്ചി കുക്ക് ചെയ്യണ നേരത്തെ എടുക്കേ? എടുക്കൂല ഇപ്പൊ തീരെ എടുക്കൂല. ഇനി ഇത് ഓൾമോസ്റ്റ് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ എന്നാണൊക്കെയാണ് അവർ പറയുക. പക്ഷെ എൻ്റെ ഇതിൽ ബോൺലെസ് ചിക്കൻ മാത്രമല്ല, എല്ലുള്ള ചിക്കനും ഉണ്ട്. അത് ഡയറക്റ്റ്ലി ഇടുക കേട്ടോ. ഇങ്ങനെ ഇടേ എന്ന് ചോദിച്ച് കണ്ണ് ചുളിക്കണ്ട, വരും. മസാല വെൽക്കം. നമുക്ക് തീ കുറച്ച് വെച്ചേക്കാം. പക്ഷോ ഈ പാത്രം കുറച്ചും കൂടി വലിയ പാത്രം എടുക്കണമായിരുന്നു. സാരമില്ല. നമ്മളപ്പോൾ ഇതിലിങ്ങനെ ചാടിപ്പോകുന്നുണ്ടോ പുറത്തേക്ക്? നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുറച്ചു നേരം കുക്ക് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്.
നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഈ പാത്രം ചെറുതായി എന്ന് തോന്നുന്നു. ഇറ്റ് ഹാപ്പൻസ്. നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ ഒരു പാത്രം മാറ്റി കുറച്ച് വലിയൊരു ബിരിയാണി പോട്ട് ഞാൻ വാങ്ങിയതുണ്ട്, ഉമ്മച്ചി വാങ്ങിയതുണ്ട്. നമുക്ക് അതിലേക്ക് ഇത് മാറ്റിയാലോ? അല്ലെങ്കിൽ ഇനി ഇതിലും മസാലകൾ വരുമ്പോൾ ഇളക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ഡോണ്ട് ഗോ ബാക്ക്. ഞാൻ പാത്രം മാറ്റിയിട്ട് വരാം. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചത് ഇതേ ചേർക്കുകയാണ്. എന്നിട്ട് മീൻവായിൽ ഇതിങ്ങനെ വേവിക്കാൻ നമുക്ക് കുറച്ച് നേരം വെക്കുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. 2 വലിയ തക്കാളിയും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വരിക. റെഡിയാണ്. ഒരു പാക്കറ്റ് തികയില്ല തോന്നുന്നു. താത്തയും കൂടി തന്നെ ആകെ 2 ചപ്പാത്തി ഉള്ളു അവിടെ. എന്നാ പൊറോട്ട വാങ്ങണോന്ന്. പൊറോട്ട വാങ്ങിയാൽ നല്ലത്. റൊട്ടി കിട്ടുമോ എവിടുന്നെങ്കിലും? എവിടെ? കുൽച്ച. എന്ത് റൊട്ടി അവിടെ കിട്ടുക? ടൊമാറ്റോ കാഷ്യൂ പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, കശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഈ പുളി ഇല്ലാത്ത കട്ടത്തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പുളിയുടെ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുക. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കേട്. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. പുളിയുള്ളതും കൂടി ഒഴിച്ചാൽ ആകെ പുളിക്കറിയാവും. ചിക്കൻ പുളിക്കറി, പുളി ഇട്ടതായിരിക്കും. സോ ഇത് കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണേ. അതിൻ്റെ മുൻപ് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ മേത്തി കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് കുറച്ചും കൂടി ഇടേണ്ടി വരും. നമ്മൾ നേരത്തെ ഉള്ളി സോട്ട് ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള ഉപ്പേ ഉള്ളൂ. ഉപ്പും കൂടി ആഡ് ചെയ്ത് നേരത്തെ ഉള്ളി സോട്ട് ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള ഉപ്പേ ഉള്ളൂ. ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കാം. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം, നല്ല മണം, നല്ല മണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഉണ്ട്, അത് ഇടണം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് ക്രീം, ഫ്രഷ് ക്രീം, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ദാറ്റ്സ് ദ ലാസ്റ്റ് തിങ് ടു ഡു. ഓക്കെ. ദിസ് സ്മെൽസ് സോ ഗുഡ്. ശരിക്കും ഇതിൻ്റെ കൂടെ എന്താണെന്ന് അറിയോ കിട്ടേണ്ടത്? നല്ല റൊട്ടി, നാൻ റൊട്ടി അല്ലെങ്കിൽ തന്തൂർ റൊട്ടി എന്തെങ്കിലും. പക്ഷെ അതൊന്നും നമുക്കിന്നില്ല. നമ്മൾ ജസ്റ്റ് ചപ്പാത്തി ഓർ പൊറോട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കഴിക്കുന്ന ഷോട്ട് പിന്നെ കാണിച്ചു തരാം മക്കളെ. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു രക്ഷയിലോട്ട്. സോ കഴിക്കുന്ന ഷോട്ട് പിന്നെ കാണിച്ചു തരാം. ഓക്കെ.